ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എന്ന് പറയുന്ന ഒരു പോയം എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ മീനിങ് ആയിട്ടുള്ള ഒരു പോയമാണ് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇഫ് ഐ വെർ യു എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്ററാണ്. ഒരു പ്ലേ ആണ്, ഒരു ഡ്രാമയാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മൾ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടില്ലേ? നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എല്ലാവരും. നമ്മളിതാ പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവാണ്. ഇഫ് ഐ വെർ യു. Gerard, a young man, is packing. Suddenly a man enters who resembles him. He is holding a revolver in his hand. Let us find out what he wants from Gerard. Gerard ഒരു യങ് മാൻ ആണ്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ്. അയാൾ ഇസ് പാക്കിംഗ്. അയാൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഡൻലി എ മാൻ എൻറ്റേഴ്സ് ഹു റിസംബിൾസ് ഹിം. അയാളോട് സാമ്യമുള്ള ഒരാള് പെട്ടെന്ന് കടന്നു വരുന്നു. ഹി ഈസ് ഹോൾഡിംഗ് എ റിവോൾവർ ഇൻ ഹിസ് ഹാൻഡ്. അയാളുടെ കയ്യിൽ ഒരു റിവോൾവർ ഉണ്ട്. ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ഹി വാണ്ട്സ് ഫ്രം ജെറാർഡ്. നമുക്ക് നോക്കാം അയാൾക്ക് ജെറാർഡിൽ നിന്ന് എന്താണ് വേണ്ടത് എന്നുള്ളത്. The scene is a small cottage interior. The scene is a small cottage interior. നമ്മുടെ സീന് നടക്കുന്നത്, രംഗം നടക്കുന്നത് ഒരു ചെറിയ കോട്ടേജിന്റെ ഉൾവശത്താണ് നടക്കുന്നത്. ആൻഡ് ദർ ഇസ് ആൻ എൻട്രൻസ് ബാക്ക് റൈറ്റ്. അതിന്റെ വലത് വശത്ത്, വിച്ച് മേ ബി കർട്ടൻ എന്ന് പറയുന്നുണ്ട്. അതിന്റെ വലത് വശത്ത് പിന്നിൽ ഒരു പ്രവേശന കവാടമുണ്ട്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് അനദർ ഡോർ ടു ദ ലെഫ്റ്റ് മസ്റ്റ് ബി എ പ്രാക്ടിക്കൽ ഡോർ. അതുപോലെ തന്നെയാണ് ഇടതുവശത്തുള്ള മറ്റൊരു വാതില് ഒരു പ്രാക്ടിക്കൽ ഡോർ ആണെന്ന് പറയുന്നുണ്ട്. അവരുടെ പ്രായോഗികമായിട്ടുള്ള അവരുടെ കാര്യങ്ങളെല്ലാം നടത്തുന്ന ആ ഒരു ഡോർ ആണ് അവിടെ. ദ ഫർണിച്ചർ ഈസ് സിമ്പിൾ. അവിടെ കാണുന്ന ഫർണിച്ചറുകളൊക്കെ ലളിതമായിട്ടുള്ളതാണ്. കൺസിസ്റ്റിംഗ് ഓഫ് എ സ്മോൾ ടേബിൾ ടുവാർഡ്സ് ദ ലെഫ്റ്റ്. ഇടതുവശത്ത് ഒരു ചെറിയ മേശ കാണുന്നുണ്ട്. എ ചെയർ ഓർ ടു, ഒന്നോ രണ്ടോ കസേരകൾ കാണുന്നു. എ ദിവാൻ റാദർ അപ്സ്റ്റേജ് ഓൺ ദ റൈറ്റ്. അതുപോലെ ഒരു ദിവാൻ, വലതുവശത്ത് ഒരു ദിവാൻ കാണുന്നു. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് അവിടുത്തെ ഒരു ചെറിയൊരു ഫർണിച്ചർ. ആൻഡ് ഓൺ ദ ടേബിൾ ഇസ് എ ടെലിഫോൺ. മേശപ്പുറത്ത് ഒരു ടെലിഫോണും കാണുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കൂ. വെൻ ദ കർട്ടൻ റൈസസ്, ജെറാർഡ് ഈസ് സ്റ്റാൻഡിങ് ബൈ ദ ടേബിൾ മേക്കിംഗ് എ ഫോൺ കോൾ. കർട്ടൻ ഉയരുന്ന സമയത്ത് ജെറാർഡ് മേശയ്ക്കരികിൽ നിന്ന് ഫോൺ ചെയ്യാണ്. ഹി ഈസ് ഓഫ് മീഡിയം ഹൈറ്റ് ആൻഡ് വെയറിംഗ് ഹോൺ ട്രിംഡ് ഗ്ലാസസ്. അദ്ദേഹം ഒരു മീഡിയം സൈസിലുള്ള ഇടത്തരം ഉയരമുള്ള ഒരാളാണ്. അദ്ദേഹം ഹോൺ ട്രിംഡ് ഗ്ലാസ് ധരിച്ചിട്ടുണ്ട്. ഹി ഈസ് ഡ്രസ്ഡ് ഇൻ എ ലോഞ്ച് സ്യൂട്ട് ആൻഡ് എ ഗ്രേറ്റ് കോട്ട്. അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു കോട്ടും ഒരു ലോഞ്ച് സ്യൂട്ടും ഒക്കെ ധരിച്ചു നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല ഹിസ് വോയിസ് ഈസ് കൾച്ചേർഡ്. അദ്ദേഹത്തിന്റെ വോയിസ് ഒരു കൾച്ചേർഡ്, ഒരു എന്താ പറയാ, നല്ലൊരു സംസ്കാര സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടേതുപോലുള്ള ഗാംഭീര്യമുള്ള ഒരു സൗണ്ടാണ് അദ്ദേഹത്തിന്റെ സൗണ്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നു, ഹി പുട്സ് ഡൗൺ ദ phone and goes to the divan on the right, where there is a traveling bag, and starts packing. Whistles, he is thus engaged. He puts down the phone and goes to the divan on the right. എന്താണ് പറയുന്നത്? അയാൾ ഫോൺ ചെയ്യാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അയാൾ ഫോൺ താഴെ വെച്ചിട്ട് വലതുവശത്തുള്ള ദിവാനിലേക്ക് പോയിട്ട് അവിടെ ഒരു ട്രാവലിംഗ് ബാഗ് ഉണ്ട്. അത് പാക്ക് ചെയ്യാൻ അദ്ദേഹം തുടങ്ങുകയാണ്. അതാണ് അവിടെ പറയുന്നത്. ഹി പുട്സ് ഡൗൺ ദ ഫോൺ ആൻഡ് ഗോസ് ടു ദ ദിവാൻ ഓൺ ദ ലെഫ്റ്റ് വേർ ദർ ഈസ് എ ട്രാവലിംഗ് ബാഗ് ആൻഡ് സ്റ്റാർട്ട്സ് പാക്കിംഗ്. whilst he is thus engaged, another man similar in build to Gerard enters from the right silently, revolver in hand.
അങ്ങനെ അയാൾ ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് ജെറാർഡിന് സമാനമായിട്ടുള്ള മറ്റൊരാള് വലതുവശത്തുള്ള റിവോൾവറിൽ നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാണ് നിശബ്ദമായിട്ട് എന്ത് ചെയ്യാണ്, സൈലന്റ് ആയിട്ട് അയാൾ കടന്നു വരികയാണ്. അയാളുടെ കയ്യിലൊരു റിവോൾവർ ഉണ്ട്. റിവോൾവറുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയാള് കടന്നു വരുന്നത്. ഹി ഈസ് ഫ്ലാഷ്ലി ഡ്രസ്ഡ് ഇൻ ആൻ ഓവർ കോട്ട് ആൻഡ് എ സോഫ്റ്റ് ഹാറ്റ്. അയാൾ ഒരു ഓവർ കോട്ടും ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹാറ്റും തൊപ്പിയൊക്കെ ധരിച്ച് നല്ല ഫ്ലാഷ്ലി ഡ്രസ്ഡ്, തിളക്കമുള്ള ഒരു ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് വരുന്നത്. He bumps accidentally against the table and at the sound Gerard turns quickly. എന്താ പറയുന്നത്, അയാള് മേശയിൽ എന്ത് ചെയ്യാണ്, അബദ്ധത്തിൽ ഇങ്ങോട്ട് ഇടിക്കുകയാണ്. He bumps accidentally against the table and at the sound Gerard turns quickly. പെട്ടെന്ന് ആ ശബ്ദം കേട്ടപ്പോൾ ജെറാർഡ് എന്ത് ചെയ്യാണ്, തിരിഞ്ഞു നോക്കുകയാണ്. Gerard pleasantly, why this is a surprise, Mr. അപ്പോൾ അദ്ദേഹം പറയണേ, സന്തോഷത്തോടെ പറയണേ, എന്തൊരു അത്ഭുതമാണിത്, വൈ ദിസ് ഇസ് സർപ്രൈസ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇൻട്രൂഡർ, ഒരു എന്താ പറയാ, നുഴഞ്ഞുകയറ്റക്കാരൻ, ഇൻട്രൂഡർ. അയാൾ എന്ത് ചെയ്യാണ്, ഉള്ളിലേക്ക് അറിയാതെ വന്നിരിക്കുന്ന ഒരാളാണ്. അയാൾ പറയണം, ഐ ആം ഗ്ലാഡ് യു ആർ പ്ലീസ്ഡ് ടു സീ മീ. ഐ ഡോണ്ട് തിങ്ക് യു വിൽ ബി പ്ലീസ്ഡ് ഫോർ ലോങ്. പുട്ട് ദോസ് പോസ് അപ്പ്. അപ്പൊ അദ്ദേഹം പറയാണ്, എന്നെ കണ്ടപ്പോ നിനക്ക് സന്തോഷമായതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഐ ഡോണ്ട് തിങ്ക് യു വിൽ ബി പ്ലീസ്ഡ് ഫോർ ലോങ്. അപ്പൊ എന്താ പറയുന്നത്, നീ അധിക നേരം ഒന്നും എന്ത് ചെയ്യില്ല, സന്തോഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നിട്ട് പറയാണ്, പുട്ട് ദോസ് പോസ് അപ്പ്. എന്റെ കാലുകൾ എന്ത് ചെയ്യാ, മുകളിലേക്ക് വെക്കൂ എന്ന് പറയാണ്. ജെറാർഡ്, this is all very melodramatic, not very original, perhaps, but ഇതെല്ലാം വളരെ മെലോഡ്രമാറ്റിക് ആണ്, ഇതൊന്നും വളരെ ഒറിജിനൽ ആയിട്ടുള്ളതല്ല, ഒരു പക്ഷേ ബട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർത്തി. ഇൻട്രൂഡർ, trying to be calm and അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശാന്തനാകാൻ ശ്രമിക്കൂ, കൂടെ എന്ന് പറഞ്ഞിട്ട് നിർത്തി. nonchalant is your word, I think. അപ്പൊ പറയാണ്, നിസ്സാരമാണ്, എന്താണ്, നിന്റെ വാക്കുകളൊക്കെ എന്ത് ചെയ്യാണ്, നിന്റെ വാക്കുകൾ നിസ്സാരമായിട്ടുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് നോൺ ചലന്റ് എന്ന് പറയുന്നത്, നോൺ ചലന്റ്. ഇൻട്രൂഡർ, താങ്ക്സ് എ ലോട്ട്, യു വിൽ സൂൺ സ്റ്റോപ്പ് ബീങ് സ്മാർട്ട്. ഐ വിൽ മേക്ക് യു ക്രോൾ. ഐ വാണ്ട് ടു നോ എ ഫ്യൂ തിങ്സ്. സീ. അപ്പൊ പറയണേ, വളരെ നന്ദി, നീ പെട്ടെന്ന് മിടുക്കനാകുന്നത് നിർത്തും. ഞാൻ നിന്നെ ഐ വിൽ മേക്ക് യു ക്രൗൾ. ക്രൗൾ എന്ന് പറഞ്ഞാൽ ഇഴയാൻ നിന്നെ പ്രേരിപ്പിക്കും. എന്തായാലും ഐ വാണ്ട് ടു നോ എ ഫ്യൂ തിങ്സ്. സീ, എനിക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ അറിയണം, നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്. ദെൻ നെക്സ്റ്റ്, യു വിൽ സോൺ സ്റ്റോപ്പ് ബീങ് സ്മാർട്ട്, ഐ വിൽ മേക്ക് യു ക്രോൾ. അവരുടെ ആ ഒരു സംഭാഷണത്തിന്റെ അവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ. നെക്സ്റ്റ് പറയാണ്, ജെറാർഡ്, എനിത്തിങ് യു ലൈക്ക്, ഐ നോ ഓൾ ദ ആൻസേഴ്സ്, ബട്ട് ബിഫോർ വി ബിഗിൻ ഐ ഷുഡ് ലൈക്ക് ടു ചേഞ്ച് മൈ പൊസിഷൻ. യു മേ ബി കംഫർട്ടബിൾ ബട്ട് ഐ ആം നോട്ട്. അദ്ദേഹം നെക്സ്റ്റ് പറയാണ്, ഇവിടെ ഇരിക്കുക. എനിത്തിങ് യു ലൈക്ക്, ഐ നോ ഓൾ ദ ആൻസേഴ്സ്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും, എന്താണ്, എനിത്തിങ് യു ലൈക്ക്, ഐ നോ ഓൾ ദ ആൻസേഴ്സ്. എനിക്ക് എല്ലാ ഉത്തരങ്ങളും എനിക്കറിയാം. But before we begin, I should like to change my position. പക്ഷേ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ നിലപാട് ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. You may be comfortable, but I am not. നിനക്ക് പക്ഷേ സുഖമായിരിക്കാം, പക്ഷെ എനിക്ക് അത് അത്ര സുഖമായിരിക്കുന്നില്ല. അപ്പൊ ഇൻട്രൂഡർ പറഞ്ഞു, sit down there and no funny business. Motions to a chair and seats himself on the divan by the back. Now then, we will have a nice little talk about yourself. ഇവിടെ ഇരിക്കൂ, ഇത് തമാശയൊന്നും അല്ല, നോട്ട് ഫണ്ണി ബിസിനസ് അദ്ദേഹം പറയാണ്. എന്നിട്ട് കസാരയിൽ ചാരി ആ ബാഗിനടുത്തുള്ള ദിവാനിൽ ഇരുന്നു. എന്നിട്ട് പറയാണ്, എന്നിട്ട് എന്താ പറയുന്നത്, now then we will have a nice little talk about yourself. നമുക്ക് നിങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം, ഒരു നല്ല
ഒരു ടോക്ക് തന്നെ, സംസാരം തന്നെ നമുക്ക് നടത്തണം എന്ന് പറഞ്ഞു. ഇൻട്രൂഡർ അല്ല, ജെറാർഡ്. At last, a sympathetic audience. I will tell you the story of my life. How, as a child, I was stolen by the gypsies, and why, at the age of 32, I find myself in my lonely Essex cottage. How? ഇപ്പൊ പറയണേ, ഒടുവിൽ എന്ത് ചെയ്യാണ്? അറ്റ് ലാസ്റ്റ് എ സിമ്പത്തറ്റിക് ഓഡിയൻസ്, ഒരു സഹാനുഭൂതിയുള്ള ഒരു പ്രേക്ഷകരാണ്. എൻ്റെ ജീവിതകഥ അത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളോട് പറയാം. എന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എന്നിട്ട് ഹൗ ആസ് എ ചൈൽഡ് ഐ വാസ് സ്റ്റോളൻ ബൈ ദ ജിപ്സീസ്. എന്നെ ജിപ്സീസുകൾ എന്ത് ചെയ്യാണ്? എന്നെ മോഷ്ടിച്ചു. Then next എന്താ പറയുക? And why at the age of 32 I find myself in my lonely Essex cottage. How? 32-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ഒരു ഏകാന്തമായ എസെക്സ് കോട്ടേജിൽ എന്നെ തന്നെ കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ ഇവിടെ എന്താണ്? ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ഏകാന്തനായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇപ്പൊ എന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോ ഇൻട്രൂഡർ പറയണേ, keep it to yourself and just answer my questions. You live here alone. Well, do you? എന്ന് ചോദിച്ചു. അത് നീ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. എൻ്റെ ചോദ്യങ്ങൾക്ക് നീ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് നീ ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. നീ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ലിവ് ഹിയർ അലോൺ. യു ലിവ് ഹിയർ അലോൺ. നീ ഒറ്റയ്ക്കാണോ ഇവിടെ താമസിക്കുന്നത്? വെൽ, ഡു യു? എന്നിട്ട് ചോദിക്കുകയാണ്, ശരിയല്ലേ, നീ ഇവിടെ ഒറ്റയ്ക്ക് തന്നെയല്ലേ എന്ന് ചോദിച്ചു. ജെറാർഡ്, ഐ ആം സോറി. I thought you were telling me, not asking me, a question of inflection. Your voice is unfamiliar. അപ്പോൾ പറഞ്ഞു, ക്ഷമിക്കണം, നീ എന്നോട് ചോദിക്കുകയല്ല, പറയുകയാണെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ട് എന്താണ്? നിന്റെ ഒരു ചോദ്യം എന്ന് പറയണേ, ക്വസ്റ്റ്യൻ ഓഫ് ഇൻഫ്ലക്ഷൻ. യുവർ വോയിസ് ഇസ് അൺഫെമിലിയർ. നിന്റെ ശബ്ദം എനിക്ക് പരിചിതമല്ല എന്ന് പറഞ്ഞു. ഇൻട്രൂഡർ വിത്ത് എംഫസൈസ്, ഡു യു ലിവ് ഹിയർ അലോൺ? അപ്പൊ വീണ്ടും ചോദിക്കുകയാണ്, നീ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ആൻഡ് ഇഫ് ഐ ഡോണ്ട് ആൻസർ, ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിലോ? അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ് ജെറാർഡ്. ഇൻട്രൂഡർ പറയാണ്, യു ഹാവ് ഗോട്ട് ഇനഫ് സെൻസ് നോട്ട് ടു വാണ്ട് ടു ഗെറ്റ് ഹേർട്ട്. വേദനിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ശ്രമിക്കാം എന്ന് പറയാണ്. നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്, ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ശ്രമിക്കാം. യു ഹാവ് ഗോട്ട് ഇനഫ് സെൻസ് നോട്ട് ടു വാണ്ട് ടു ഗെറ്റ് ഹേർട്ട്. ഉത്തരം നീ പറഞ്ഞോ ഇല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. ജെറാർഡ്, I think good sense is shown more in the ability to avoid pain than in the mere desire to do so. What do you think, Mr. എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ വേദന ഒഴിവാക്കാനുള്ള കഴിവിലാണ് നല്ല ബുദ്ധി നീ കൂടുതൽ പ്രകടിപ്പിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നുണ്ട്. നീ അത് ചെയ്യാനുള്ള നിന്റെ ആഗ്രഹത്തെക്കാൾ എന്ത് ചെയ്യാണ്? നീ അത് അങ്ങനെയാണ് നീ ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് മിസ്റ്റർ എന്ന് ചോദിച്ചിട്ട് നിർത്തുകയാണ്. അപ്പൊ ഇൻട്രൂഡർ, നെവർ മൈൻഡ് മൈ നെയിം, ഐ ലൈക്ക് യുവേഴ്സ് ലെറ്റർ മിസ്റ്റർ ജെറാർഡ്. വാട്ട് ആർ യുവർ ക്രിസ്ത്യൻ നെയിംസ് എന്ന് ചോദിച്ചു. എൻ്റെ പേര് കാര്യമാക്കേണ്ട, എനിക്ക് നിങ്ങളുടേതാണ് കൂടുതൽ ഇഷ്ടം മിസ്റ്റർ ജെറാർഡ്. നിങ്ങളുടെ ക്രിസ്ത്യൻ പേരുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. നെവർ മൈൻഡ് മൈ നെയിം, ഐ ലൈക്ക് യുവേഴ്സ് ബെറ്റർ മിസ്റ്റർ ജെറാർഡ്. വാട്ട് ആർ യുവർ ക്രിസ്ത്യൻ നെയിംസ്? ജെറാർഡ് പറയാണ്, വിൻസെന്റ് ചാൾസ്. എൻ്റെ പേരെന്താണ്? വിൻസെന്റ് ചാൾസ് എന്നാണ്. ഇൻട്രൂഡർ, ഡു യു റൺ എ കാർ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാർ ഓടിക്കാൻ അറിയോ എന്ന് ചോദിക്കാം. യു റൺ എ കാർ എന്നുള്ളത്. അപ്പൊ ജെറാർഡ് പറയാണ്, നോ, ഇല്ല എന്നുള്ളത് അദ്ദേഹം പറയാണ്, ഇല്ല എന്ന് പറഞ്ഞു. ഇൻട്രൂഡർ ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യുന്നുണ്ടോ? നീ കാർ ഓടിക്കുന്നുണ്ടോ? നിനക്ക് കാർ ഓടിക്കാൻ അറിയോ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പൊ കാർ ഓടിക്കാൻ അറിയില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? അവൻ പറയുന്നത്. അപ്പോ ദാറ്റ്സ് എ ലൈ എന്നാണ് അപ്പോ ഇൻട്രൂഡർ പറയാണ്. അത് നുണയാണ്. നീ എന്ത് ചെയ്യാണ്? നുണ പറയുകയാണ്. യു ആർ നോട്ട് ഡീലിംഗ് വിത്ത് എ ഫൂൾ. നീ എന്ത് ചെയ്യല്ല? ഒരു വിഡ്ഢിയല്ല നിന്റെ മുന്നിലിരിക്കുന്നത്. നീ കൈകാര്യം ചെയ്യുന്നത് ഒരു വിഡ്ഢിയൊന്നും അല്ല എന്ന് പറയാണ്. ആം ആസ് സ്മാർട്ട് ആസ് യു ആൻഡ് സ്മാർട്ട്. ഞാൻ നിന്നെ പോലെ തന്നെ എന്ത് ചെയ്യാണ്? ബുദ്ധിമാനും സ്മാർട്ടൊക്കെ ആണെന്ന് പറയാണ്. ആൻഡ് ഐ നോ യു റൺ എ കാർ, ബെറ്റർ ബി കെയർഫുൾ വൈസ് ഗേ. പറയണം, നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഐ നോ യു റൺ എ കാർ. എനിക്കറിയാം നീ എന്ത് ചെയ്യാണ്?
കാർ ഓടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ നീ എന്ത് ചെയ്യണം? ബെറ്റർ ബി കെയർഫുൾ വൈസ് ഗേ, നീ സൂക്ഷിക്കണം അത്. ആ ബുദ്ധിമാനായിട്ടുള്ള നീ അതെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ജെറാർഡ് പറയണം, ആർ യു അമേരിക്കൻ ഓർ ഇസ് ദാറ്റ് മിയർലി എ ക്ലവർ ഇമിറ്റേഷൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഒരു നെക്സ്റ്റ് ഇത് നമ്മുടെ ഒരു ഒറിജിനൽ വേർഷൻ ആണ് കേട്ടോ. അപ്പോൾ ഓഫ് കോഴ്സ് ഇഫ് യു പുട്ട് ലൈക്ക് ദാറ്റ് ഐ വിൽ ബി എന്നാണ് വരുന്നത്. ആ ഒരു വരി നമ്മുടെ നിങ്ങളുടെ ഒരു മെറ്റീരിയലിൽ നമുക്ക് കാണുന്നില്ല. ആർ യു അമേരിക്കൻ ഓർ ഈസ് ദാറ്റ് മിയർലി എ ക്ലവർ ഇമിറ്റേഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ ആണോ എന്നൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. ലിസൺ ദിസ് ഗൺസ് നോട്ട് ടോയ്, ഇതെന്താണ്? കളിത്തോക്കല്ല. നീ എന്താ ചെയ്താ? അത് ശ്രദ്ധിച്ചോ എന്ന് പറയാണ്. നീ എന്റെ കയ്യിലിരിക്കുന്നത് കളിപ്പാട്ടമൊന്നും അല്ല, നീ ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഐ ക്യാൻ ഹേർട്ട് യു വിതൗട്ട് കില്ലിങ് യു ആൻഡ് സ്റ്റിൽ ഗെറ്റ് മൈ ആൻസേഴ്സ്, നീ എനിക്ക് എന്ത് ചെയ്യാം? ആൻസർ ഉത്തരങ്ങൾ എന്ത് ചെയ്യാം? നൽകൂ എന്ന് പറയാണ്. ശരിയായ ഉത്തരങ്ങൾ നൽകൂ, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലാതെ തന്നെ എനിക്ക് എന്ത് ചെയ്യും കഴിയും? നന്നായിട്ട് ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും എന്നുള്ളത് ഇൻട്രൂഡർ പറയാണ്. അപ്പൊ ജെറാർഡ് പറയണേ, ഓഫ് കോഴ്സ് ഇഫ് യു പുട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ് ഐ വിൽ ബി ഗ്ലാഡ് ടു അസിസ്റ്റ് യു. I too possess a car and it's in the garage round the corner. അപ്പോൾ പറയാണ് എനിക്ക് എന്താണ് എനിക്ക് ഓഫ് കോഴ്സ് തീർച്ചയായും എനിക്ക് കഴിയും എന്ന് പറയാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഇഫ് യു പുട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ് ഐ വിൽ ബി ഗ്ലാഡ് ടു അസിസ്റ്റ് യു. ഐ ഡു പൊസസ് എ കാറ്. എനിക്ക് എന്താണ് സന്തോഷമുണ്ട്, എനിക്ക് കാറുണ്ട്. അതെന്താണ്? ആ ഒരു ഗ്യാരേജിന്റെ ആ ഒരു കോർണറിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ പറയാണ്. ദാറ്റ്സ് ബെറ്റർ ടു പീപ്പിൾ ഓഫൻ കം ഔട്ട് ഹിയർ. അപ്പൊ അടുത്തത് ചോദിക്കുകയാണ് അയാള്. എന്താണ് ചോദിക്കുന്നത്? ആളുകള് ഇവിടെ പല ആളുകളും ഇവിടെ വരാറുണ്ടോ എന്ന് ചോദിച്ചു. വെരി റയർലി സർപ്രൈസിംഗ്ലി ഫ്യൂ പീപ്പിൾ ടേക്ക് ദ ട്രബിൾ ടു വിസിറ്റ് മീ. അപ്പൊ പറയാണ്, ഇല്ല, വളരെ റയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാർ ഇവിടെ അപൂർവമായിട്ട് ഇവിടെ വരാറുള്ളൂ. പിന്നെയോ സർപ്രൈസിംഗ്ലി എ ഫ്യൂ പീപ്പിൾ ടേക്ക് ദ ട്രബിൾ ടു വിസിറ്റ് മീ. അത് മാത്രമല്ല, എന്താ പറയുക, കുറച്ച് ആളുകൾ മാത്രമേ എന്നെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുള്ളൂ. അത് തന്നെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദർ ഇസ് എ ബേക്കർ ആൻഡ് ദ ഗ്രീൻ ഗ്രോസർ of course, and then there's the milkman, quite charming but no one so interesting as yourself. അത് മാത്രമല്ല, നിങ്ങൾ എന്താണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു കടക്കാരനും പിന്നെന്താണ് പാൽക്കാരനും ഒരു ബേക്കറും ഒക്കെയാണ് എന്നെ കാണാൻ വരുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ആരും തന്നെ എന്നെ കാണാനൊന്നും ഇവിടെ വരുന്നില്ല. then I happen to know that you never see ട്രേഡ്സ് പീപ്പിൾ. അപ്പൊ എന്താണ് പറയുന്നത്? അടുത്തത് പറയുകയാണ്. അപ്പോ എന്ത് ചെയ്യാം? എനിക്കറിയാം നിങ്ങള് കച്ചവടക്കാരെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ കൂടുതലൊന്നും നിങ്ങൾ കാണുന്നില്ല. ജെറാർഡ് പറയാണ്, യു സീം ടു ഹാവ് ടേക്കൺ എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ട്രബിൾ സിൻസ് യു നോ സോ മച്ച് അബൌട്ട് മീ. വോണ്ട് യു സേ സംതിങ് അബൌട്ട് യുവർ സെൽഫ്? യു ഹാവ് ബീൻ സോ മോഡസ്റ്റ്. അപ്പൊ അദ്ദേഹം പറയാണ്, നീ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ എന്ന് ചോദിക്കണം. യു സീം ടു ഹാവ് ടേക്കൺ എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ട്രബിൾ സിൻസ് യു നോ സോ മച്ച് അബൌട്ട് മീ. വോണ്ട് യു സേ സംതിങ് അബൌട്ട് യുവർ സെൽഫ്? നീ എന്തായാലും നിന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയോ എന്ന് ചോദിക്കുകയാണ്. എന്നെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? നീ ഒരുപാട് കഷ്ടപ്പെട്ട് അറിയുന്നുണ്ട് ഓരോ കാര്യങ്ങള്. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞില്ലേ, നീ നിങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാ, നിങ്ങൾ എന്തെങ്കിലും പറയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നെക്സ്റ്റ് അപ്പൊ അയാൾ എന്താ പറയുന്നത്? യു ഹാവ് ബീൻ സോ മോഡസ്റ്റ്. നിങ്ങൾ വളരെ മോഡസ്റ്റ് ആണ്, ഒരു എളിമയുള്ള ഒരു വ്യക്തിയാണ്. ഐ കുഡ് ടെൽ യു പ്ലെന്റി. ഞാൻ നിനക്ക് എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഐ കുഡ് ടെൽ യു പ്ലെന്റി. ധാരാളം ഞാൻ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം. യു തിങ്ക് യു ആർ സ്മാർട്ട് ബട്ട് ഐ ആം ദ ടോപ്പ് ഓഫ് ദ ക്ലാസ് റൗണ്ട് ഹിയർ. നീ വിചാരിക്കുന്നത് നീയാണ് എന്ത് ചെയ്യുന്നത്, മിടുക്കൻ എന്ന് വിചാരിക്കണേ, പക്ഷെ ഞാനാണ് മിടുക്കൻ. എനിക്ക് തലച്ചോറുണ്ട്, ഞാൻ അത് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്,
ഞാൻ കഴിയുന്നത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഐ ഹാവ് ഗോട്ട് ബ്രെയിൻസ് ആൻഡ് ഐ യൂസ് ദം. ദാറ്റ്സ് ഹൗ ഐ ഹാവ് ഗോട്ട് വേർ ഐ ഹാവ്. And where precisely have you got? It didn't require a great brain to break into my little cottage. അപ്പൊ അടുത്ത പറയാണ്, നിനക്ക്